ഗുഡ് ഈവനിങ്. സമയം ദേ 4 മണിയായി. ക്ലോക്കിൽ ചാന്ദിനിയാണ് കൂടെ. റേഡിയോ ബാങ്ക് 91.9 ജോർജ് ജംഗ്ഷനിൽ. ഡെഫിനറ്റ്ലി ഈ ഓണം റിലീസിൽ മിസ് ചെയ്യാതെ കാണണം എന്ന് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് ഞാൻ തന്നെ 2 വട്ടം തിയേറ്ററിൽ പോയി കണ്ട മൂവി ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ്. അപ്പം ഈ ലോകയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോഴാണെങ്കിലും ഓഫീസിലാണെങ്കിലും എല്ലായിടത്തും ഡിസ്കസ് ചെയ്യുന്നത് ചന്ദ്രയെക്കുറിച്ചാണ്. കല്യാണി പ്രിയദർശൻ അടിപൊളിയായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ആൻഡ് കല്യാണി പ്രിയദർശൻ കമൻസ് ഇട്ട ഒരു ആർട്ട്, ലോകയുടെ ചന്ദ്രയുടെ ഒരു ആർട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ആർട്ടിസ്റ്റാണ് ദൈവം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണേ. ഹലോ, എന്റെ പേര് റഹീം. എന്റെ നാട് ആലുവ മാറമ്പള്ളിയിലാണ്, എറണാകുളം ജില്ലയില്. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. ഞാനൊരു വീഡിയോ കണ്ടു. അത് മോനാണോ? അതെ അതെ, അത് മകനാണ്. അപ്പൊ അവനെ വെച്ചാണ് ലോകേനെ ക്രിയേറ്റ് ചെയ്തത്. അതെ 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 അതെ, അവനെ വെച്ചാണ് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തത്. ഇതെങ്ങനെ ഈ പ്ലാൻ വന്നേ? അത് ആക്ച്വലി ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഞാൻ അവന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ഐഡിയ ഇങ്ങനെ കയറി വന്നതാ. മുന്നേ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒരു ഹാൻഡ് ഇങ്ങനെ പല പല പോസസില് ഫോട്ടോ എടുത്തിട്ട് ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹാർട്ട് ഷേപ്പ്. അപ്പൊ അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നോണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, എന്തെങ്കിലും ഈ മൂവിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് എത്ര നേരം എടുത്തു? ഇത് ആക്ച്വലി ഏകദേശം ഒരു 14 മണിക്കൂറും 18 മണിക്കൂറിന്റെ ഇടയിൽ എടുത്തിട്ടുണ്ട് മൊത്തത്തില്. ഈ ഫോട്ടോ എടുക്കാൻ എത്ര നേരം എടുത്തു? ഫോട്ടോ എടുക്കാൻ ഒരു 45 മിനിറ്റ്സിനുള്ളില്, ഒരു 30 to 45 മിനിറ്റ്സിനുള്ളില്. എത്ര ഫോട്ടോ എടുത്തിട്ടുണ്ടാവും? ഫോട്ടോ ഏകദേശം ഒരു 50 താഴെ. എന്താ പേര് മോന്റെ? അവന്റെ പേര് മുഹമ്മദ് റെയ്ഹാൻ എന്നാണ്. 3ാം ക്ലാസ്സിലെ പഠിക്കുന്നത്. ഓ പാവ, ചരലിട്ട് കെട്ടത്തോടെ. അതെ അതെ, അവന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പൊ റഹീമാണ് മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തേ? അതെ അതെ, ഞാനാ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തേ. അവിടെ നിന്നായിരുന്നു ഇൻസ്ട്രക്ഷൻസ്, അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് കിടക്കുന്നൊക്കെ. അതെ 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 അതെ. അപ്പൊ അവന് മടിയായില്ലേ പകുതി എത്തിയപ്പോ? ആൾക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് അറിയില്ല ഇത് എന്താ ഇതിന്റെ ഫൈനൽ ഔട്ട് എങ്ങനെയാ വരാന്നുള്ളത്. ആക്ച്വലി എനിക്കും അത്ര പെർഫെക്ഷൻ ആവുമെന്ന് എനിക്കും ഒരു ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ചെയ്തു നോക്കാമെന്ന് കരുതി ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അപ്പൊ മോനും അറിയില്ലായിരുന്നു അവൻ എങ്ങനെയാ ഇത് ചെയ്ത്, ഇതെന്താ ഞാൻ ഈ കാണിക്കണേന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എന്താ വാപ്പച്ചി കാണിക്കണേന്നുള്ള സാധനമായിരുന്നോ? അതെ അതെ, അത് തന്നെ അത് തന്നെ. അവനിക്ക് കറക്റ്റ് ഐഡിയ ഉണ്ടായില്ല. പക്ഷെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ അവനെ കാണിച്ചു കഴിഞ്ഞപ്പോ ആളുടെ മുഖമൊക്കെ ശരിക്കും മാറി, നന്നായിട്ട് ആള് ഞെട്ടി. റഹീമിന്റെയും മകന്റെയും ഈ ഒരു കഥ കേട്ടപ്പം ഞാൻ ഏത് ആർട്ടിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 7 മില്യൺ അടിച്ച ഒരു ഗംഭീര ആർട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആർട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത ആർട്ടിസ്റ്റ് റഹീമാണ് ദേ ആലുവയിൽ നിന്ന് എന്റെ കൂടെ ഉള്ളത്. ഇതിപ്പോ റീച്ച് നന്നായി കയറി വരുന്നുണ്ടല്ലേ? അതിപ്പോ 7 മില്യൺ ആയിട്ടുണ്ട്. 1 മില്യൺ അടിക്കാൻ എത്ര സമയം എടുത്തു? എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 1 മില്യൺ ഒരു 1 hour 2 hourന്റെ ഉള്ളിലാണ് അടിച്ചത്. 1 മില്യൺ അടിച്ചു. അതെ അതെ അതെ. പിന്നെ ഒരു കയറ്റം അങ്ങോട്ട് പെട്ടെന്നായിരുന്നു, പ്രതീക്ഷിച്ചില്ല. മഞ്ജു ചേച്ചിയുടെ കമന്റ് വന്നേക്കുന്നത് ഈ റീലിനാണോ? അല്ലല്ല, മോനിപ്പോ ചെറുതായിട്ട് വരയ്ക്കൊക്കെ ചെയ്യും. അപ്പൊ ആളിങ്ങനെ എന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് വരയ്ക്കാൻ താല്പര്യം കാണിച്ചപ്പോ ഞാനിപ്പോ അവനിക്കൊരു പേജ് തുടങ്ങി. അപ്പോ അമിയോൺ ഗിർ എന്നാണ് അവന്റെ പേജിന്റെ പേര്. ഒരു സോങ് ഈ അടുത്തൊരു പോപ്പുലർ ആയിരുന്നല്ലോ. അപ്പൊ അവനെ വിളിക്കുന്നത് അമീന. അപ്പൊ ആ ഒരു സോങ്ങിന്റെ പേര് വെച്ചിട്ടാണ് ആളെ ക്രിയേറ്റ് ചെയ്തത്, അമിയോൺ ഗിർ. അപ്പൊ ആളെ വെച്ചിട്ട് ഞാനൊരു വർക്ക് ചെയ്യിപ്പിച്ചായിരുന്നു, ഒരു ഹൽക്കിനെ പായല് കൊണ്ട്. അതും വൈറലായിരുന്നു, 2 മില്യൺ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനാണ് മഞ്ജു ചേച്ചി കമന്റ് ഇട്ടേ? അതിനാണ് മഞ്ജു ചേച്ചി കമന്റ് ഇട്ടത്. ഓ, അതിന് സന്തോഷമായി ഉണ്ടാവില്ലേ? അതെ അതെ അതെ, ഇന്നലെയാണ് കമന്റ് വന്നത്. ആൾക്ക് ഭയങ്കര സന്തോഷായി. സ്കൂളിലൊക്കെ ഇപ്പൊ അത്യാവശ്യം പറയാനൊക്കെ കാരണമായല്ലോ. അതെ അതെ അതെ, വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോ പറയാൻ കഥയായി. അതെ അതെ അതെ. അപ്പൊ അവനും ഈ ആർട്ടിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലല്ലേ? അതെ അതെ, ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ പഠിപ്പും കൂടി പോകുന്നോണ്ട് ഞാൻ അധികം അങ്ങനെ നിർബന്ധിക്കുന്നില്ല. കാരണം ആർട്ടിലോട്ട് ഒരുപാട് തിരിയുമ്പോഴും പഠിത്തത്തിലും ശ്രദ്ധ വേണമല്ലോ. എളുപ്പമല്ല പഠിക്കുന്നതും ജോലിയും, അതിന്റെ കൂടെ ഇത്രയും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമും കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റഹീമിന്റെയും മകന്റെയും വിശേഷങ്ങളുമായി തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്. നാട്ടിലെങ്കും പാട്ടായി. സമയം 4:30 കഴിയുമ്പം റഹീമിന്റെ ആർട്ടിന്റെയും വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചാന്ദിനിയാണ് കൂടെ. റേഡിയോ മാംഗോ 91.9 ജോർജ് ജംഗ്ഷനിൽ. മകനെ ഒരു ചരലിൽ കിടത്തിയിട്ട് പല ഫോട്ടോസ് എടുക്കുന്നു. അതെല്ലാം ചേർത്ത് വെച്ചിട്ട് ലോക കല്യാണി പ്രിയദർശൻ ചെയ്ത ചന്ദ്ര എന്ന ഗംഭീര ക്യാരക്ടറിന്റെ ഒരു ആർട്ട് ഫോം ഉണ്ടാക്കണു. ചില്ലറ കാര്യമല്ല അല്ലെ? അപ്പൊ റഹീം ഇത് പഠിച്ചിട്ടുള്ള ആളാണോ?
ഇല്ല ഇല്ല ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതാണ്. വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആണ്. ഓക്കെ ഓക്കെ, അതിന്റെ അപ്പോ ഇടയിലാണ് ഈ കസർത്തൊക്കെ. അതെ അതെ, ഇപ്പൊ രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവാ. ബുദ്ധിമുട്ടല്ലേ പക്ഷെ ഇത്രയും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാന്ന് പറഞ്ഞാ? ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫൈനൽ ഔട്ട് എനിക്കും ഭയങ്കര ക്യൂരിയസ് ആണ്. ഞാനൊരു വർക്ക് ചെയ്യണ സമയത്ത് ഇതിന്റെ ഫൈനൽ ഔട്ട് എങ്ങനെയാവും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇത് ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു ഒരു വാശി ഉണ്ടാവും ചെയ്യണ സമയത്ത്. അത് കിട്ടുമ്പോ ഭയങ്കര സന്തോഷാണല്ലോ ലാസ്റ്റ്. അതെ അതെ അതെ. പിന്നെ ഞാൻ ഏറ്റവും ആക്ച്വലി ആ വർക്ക് ഒരു ഇത് ഇത്രയും ഏതാ പെർഫെക്റ്റ് ആവും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യാ. ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റീസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫൈനൽ ഔട്ട് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടല്ലോ. പക്ഷെ മനസ്സിലുണ്ടാവും, നമ്മൾ മനസ്സിൽ കാണും ഒരാഗ്രഹം ഇതിന്റെ ഐഡിയ വരണം. പക്ഷെ ചെയ്ത് വരുമ്പോഴാണ് അത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ടൈമില് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഇത് ഈ ലോക ഇങ്ങനെ തന്നെയാവുന്നായിരുന്നോ? ഇതായിരുന്നോ ആ, കണ്ടിരുന്നേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഇതിന്റെ ഫൈനൽ ഔട്ട് ഇങ്ങനെ കിട്ടും എന്നുള്ളത്. ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്, പക്ഷെ അത് വമ്പൻ വിജയമായി പോയി. വമ്പ വിജയ്. അതെ അതെ. കല്യാണിയൊക്കെ കാണട്ടെ. ആള് കണ്ടിരുന്നു, ആള് കമന്റ് ചെയ്തിട്ടുണ്ട്. കല്യാണി കമന്റ് ചെയ്യുന്നുണ്ട്. കല്യാണം കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കല്യാണിയുടെ ശ്രദ്ധയിൽ പെട്ടു എന്തായാലും. പറ്റിട്ടുണ്ട്. നെസ്ലിനൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാണണ്ട എല്ലാരും കണ്ടു. അതെ അതെ, കണ്ടിട്ടുണ്ട് എന്തായാലും അവര്. അടിപൊളി. അപ്പൊ ഇനിയും ഒരുപാട് ആർട്ടുകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം. റഹീമും മോനും കൂടെ ഉണ്ടാക്കിയ ആ ഒരു റീല്, ആ ഒരു ആർട്ട് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ലോക കാണണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയാണ്, ഇതും കാണുക. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ബിക്കോസ് 7 million ഒക്കെ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫീഡിൽ എന്തായാലും വന്നിട്ടുണ്ടാവും. ഇനി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഏതാണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി റേഡിയോ മാംഗോ ചാന്ദിനി എന്നുള്ള പ്രൊഫൈലിൽ കയറിയിട്ട് എൻ്റെ സ്റ്റോറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ വീണ്ടും ഒന്ന് റീഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാന്ദിനിയാണ് കൂടെ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.